ഹായ്, നമ്മൾ പാട്രിയോട്ട് മൂവി അങ്ങനെ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ടെക്നിക്കൽ ക്ലാരിറ്റിയോടുകൂടി മേക്ക് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സിനിമ. അപ്പോൾ സിനിമയുടെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ആധാർ ഡേറ്റയൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ത്രെട്ടായി മാറും എന്നുള്ളതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് ഈ സിനിമ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയധികം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളിങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ത്രെഡ്സ് ആണ് വരുന്നതെന്ന് നമുക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ടെക്നിക്കൽ വശങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള അഭിനയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റാർസും ഗംഭീരമായിട്ട് അവരുടെ റോളുകളൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്കത് മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, എല്ലാവരും, നയൻതാര, എല്ലാവരും അവരവരുടെ റോള് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ധ്രുവ നക്ഷത്രങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല തീപ്പൊരിയായിട്ട് അവർ എൻഡ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് എവിടേക്കോ കുറച്ച് ലാഗിങ്ങും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. കുറച്ചൊന്ന് വലിച്ച് നീട്ടിയതായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഒരു എൻഡ് പഞ്ച് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഒരു കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് മൊത്തത്തിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സിനിമ നന്നായിട്ട് തോന്നുമെങ്കിലും കുറച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കുറച്ചുകൂടെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ ഇത്രയും നല്ല ക്യാൻവാസിൽ എടുത്ത ഒരു സിനിമ, ഇത്രയും നല്ല സ്റ്റാർ കാസ്റ്റിംഗിൽ വന്ന ഒരു സിനിമ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു എന്നൊരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആസ് എ പബ്ലിക് സെർവൻ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സോൾജിയർ എന്നുള്ള രീതിയിൽ എങ്ങനെ അവർക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററായിട്ട് അവരുടെ സർവീസ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.